എംപിമാരുടെ പ്രതിനിധി സംഘവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടത് അനുസരിച്ചുള്ള 4 പേരുകളാണ് എംപിമാരുടെ പ്രതിനിധി സംഘത്തിലേക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത്. അതിനുശേഷം എന്താണ് നടന്നത് എന്ന് വ്യക്തമല്ല. ഇതോടൊപ്പം ശശി തരൂരിന് ജയറാം രമേശ് മുന്നറിയിപ്പും നൽകുന്നു. പി ബസന്തുണ്ട് വിവരങ്ങൾ നൽകാൻ. ബസന്ത്, തരൂരിന്റെ നിലപാടുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുകയാണോ? പിന്നീട് വരുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വരുന്ന മുന്നറിയിപ്പിനെ അത് ഏതൊക്കെ തരത്തിൽ നമുക്ക് വായിക്കേണ്ടതുണ്ട്? എന്താണ് ഇപ്പോൾ വിവാദങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? പ്രതീക്ഷ, കോൺഗ്രസ് നൽകിയ 4 പേരുകൾ മാറ്റില്ല എന്നാണ് ഇപ്പോൾ ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, നസീർ ഹുസൈൻ, അതോടൊപ്പം തന്നെ രാജ ബ്രാർ എന്നിവരുടെ പേരുകളിൽ മാറ്റമില്ല എന്നുള്ളതാണ്. അതേസമയം ശശി തരൂർ ഇപ്പോൾ സർക്കാരിൻ്റെ നാമനിർദ്ദേശത്തെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ശശി തരൂരിൻ്റെ കാര്യത്തിൽ ജയറാം രമേശ് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനുള്ളിൽ പാർട്ടിക്കാരനായി തുടരുന്നതും പുറത്ത് കോൺഗ്രസ്സുകാരനായി തുടരുന്നതും തമ്മിൽ വ്യത്യസ്തതയുണ്ട് എന്നുള്ള ഒരു പരാമർശം ജയറാം രമേശിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. ഏതായാലും കോൺഗ്രസ്സിന് ഉള്ളിൽ ശശി തരൂരിൻ്റെ ഈ നിലപാടുകളോട് അതൃപ്തി ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇത്തരത്തിലൊരു പേരുകൾ പുറത്തുവിടുന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതായത് ഞങ്ങൾ നൽകിയ പേരല്ല തരൂരിൻ്റെത് എന്ന് പരോക്ഷമായി കോൺഗ്രസ് സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ശശി തരൂർ ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മനീഷ് തിവാരിയുടെ പേരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഒരു പാർട്ടി വിഷയമല്ലിത്, അതായത് ഒരു ദേശീയ ഒരു വിഷയം എന്നുള്ള തലത്തിൽ ഇതിനെ ഞങ്ങൾ ആ തലത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിന് കഴിവുള്ള പ്രാഗൽഭ്യമുള്ളവരെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. കോൺഗ്രസ് നൽകിയിട്ടുള്ള 4 പേരുകളിൽ ആരെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. കാരണം 2 പേരുകളുടെ കാര്യത്തിൽ BJP ഔദ്യോഗികമായി തന്നെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഗൗരവ് ഗൊഗോയുടെയും നാസിർ ഹുസൈൻ്റെയും കാര്യത്തിൽ. അതായത് ഗൗരവ് ഗൊഗോയുടെ കാര്യത്തിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വയാണ് എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഗൗരവ് ഗൊഗോയുടെ ഭാര്യ എലിസബത്ത് പാക് NGOയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ ശമ്പളം പറ്റുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 2 ആഴ്ച പാകിസ്ഥാനിൽ പോയി ഗൗരവ് ഗൊഗോയ് താമസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. നാസിർ ഹുസൈൻ്റെ കാര്യത്തിലാണെങ്കിൽ കർണാടകയിലെ ഒരു വിധാൻസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ച ഒരു അനുയായി നാസിർ ഹുസൈൻ ഉണ്ട്. കർണാടക പോലീസിൽ ഒരു കേസും സംബന്ധിച്ച് നിലവിലുണ്ടെന്നാണ് BJPയുടെ ആരോപണം.